ഉസ്താദെ, നാളെ 9:15-നും 10:10-നും ഇടയ്ക്ക് ഉസ്താദും എല്ലാവരും ചേർന്ന് മേടിച്ചു തന്ന ഞങ്ങൾക്ക് വാങ്ങിത്തന്ന സ്ഥലത്തിൻ്റെ കല്ലിടിയിൽ ആണ്. അപ്പം അത് ആ കർമ്മം ചെയ്യാൻ ഞങ്ങൾക്ക് ഏറ്റവും യോഗ്യനായത് ഉസ്താദാണ്. വേറെ ആരും ഞങ്ങൾക്കില്ല. ഇയാൾക്കെതിരെ പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചതാണ്. കാരണം മുട്ടായി കടലാസിൽ പൊതിഞ്ഞ സൈനേഡാണ് ഇയാൾ. അതുപോട്ടെ, സാധാരണക്കാർക്ക് അത് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ എന്നല്ല, അവർക്കൊരു സഹായം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതി. അല്ല അൻസാരി, നീ മേലനങ്ങി എന്തെങ്കിലും ജോലി എടുത്തിട്ടുണ്ടോ? ആ ജോലി എടുത്ത് കിട്ടിയതിന്റെ 1 രൂപ നീ സാധാരണക്കാർക്കായിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ? ഉസ്താദെ, നിങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോ, ആവണി മോളെ വീൽചെയറിയിരിക്കുന്ന ആവണി മോളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട വീഡിയോ വെറും 15 മണിക്കൂർ കൊണ്ട് 13 ലക്ഷം രൂപ ആ കുട്ടിക്ക് ലഭിച്ചു. ആ കുട്ടിയുടെ ഉപ്പ് ചോറിനകത്ത് വെറും മുളക് പൊടി ഇട്ട് കഴിക്കുന്ന, വീൽചെയറിയിരിക്കുന്ന, ഷീറ്റ് കൊണ്ട് മറച്ചൊരു വീട്, ഷീറ്റ് കട്ട കെട്ടിട്ടില്ല, ഷീറ്റ് വെറും ഷീറ്റ്. സത്യം പറഞ്ഞ ഹൃദയം നോക്കുന്നത്. നമ്മളൊക്കെ എന്ത് സൗകര്യത്തോടെ ജീവിക്കുന്നത്. അങ്ങേപ്പോലുള്ള ഒരാൾക്കല്ലാതെ ഇവരെയൊക്കെ കണ്ടുപിടിക്കാൻ, ഇവരെയൊക്കെ സഹായിക്കാനും പറ്റുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആവണി എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരിക്ക് ഒരു കയറിക്കിടക്കാൻ ഒരു വീടോ ഒരു സ്ഥലമോ ഒന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നമ്മൾ റിയാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ തീർച്ചയായിട്ടും ഉസ്താദിൻ്റെ ആ ഒരു അപേക്ഷ മാനിച്ചുകൊണ്ട് പൊതുജനങ്ങളെല്ലാം അത് കൈ നീട്ടി സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം 13 ലക്ഷം രൂപ നിമിഷങ്ങൾക്ക് കൊണ്ട് തന്നെ ആ മിനിച്ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് വന്ന് നിറയുന്നത് നമ്മൾ കണ്ടു. ആ പൈസ എല്ലാം സ്വരൂപിച്ചുകൊണ്ട് ആ കുടുംബവും ഉസ്താദും ചേർന്നുകൊണ്ട് 3 സെന്റ് സ്ഥലം ആ കുടുംബത്തിന് താമസിക്കാൻ ഉതകുന്ന രീതിയിൽ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തറയിടൽ ചടങ്ങിന് ഉസ്താദിനെ ക്ഷണിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ആദ്യമായിട്ട് കാണാം. അതിനുശേഷം ഈ ഒരു കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ചില ആൾക്കാർ ഉസ്താദിനെ ഇപ്പോഴും തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മത തീവ്രവാദിയാണ് എന്നും പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞു ഭാരതീയൻ എന്ന് പറയുന്ന ഒരു സംഘപരിവാറുകാരൻ ഉസ്താദിനെതിരെ പറയുന്ന തെറിയും, അതുപോലെ തന്നെ വിഷ്ണു എന്ന് പറയുന്ന നല്ല ഒരു ഹൈന്ദവ സഹോദരൻ അതിന് കൊടുക്കുന്ന ഒരു മറുപടിയും എല്ലാം കൂടി ചേരുന്നതാണ് ഈ വീഡിയോ. നമുക്ക് ആദ്യമായിട്ട് ആവണിയുടെ അമ്മയായ മിനിച്ചേച്ചി ഉസ്താദിനെ അയച്ച ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. ഉസ്താദെ, നാളെ 9:15-നും 10:10-നും ഇടയ്ക്ക് ഉസ്താദും എല്ലാവരും ചേർന്ന് മേടിച്ചു തന്ന ഞങ്ങൾക്ക് വാങ്ങിത്തന്ന സ്ഥലത്തിൻ്റെ കല്ലിടിയിൽ ആണ്. അപ്പം അത് ആ കർമ്മം ചെയ്യാൻ ഞങ്ങൾക്ക് ഏറ്റവും യോഗ്യനായത് ഉസ്താദാണ്. വേറെ ആരും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും ഇടപെടാനും ആരുമില്ല. അതുകൊണ്ട് ഉസ്താദ് തന്നെ വന്ന് ഞങ്ങൾക്ക് ആ വീടിനുള്ള കല്ല് ഇട്ട് തരാം. വരും പോലെ വരും. ഇത് ആ കർമ്മം ഉസ്താദായിട്ട് ചെയ്തു തരണമെന്നാണ് എൻ്റെയും എൻ്റെ മക്കളുടെയും ആഗ്രഹം. ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു കൂര അത് ചെയ്തു തരണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഉസ്താദ് തീർച്ചയായിട്ടും വരാതിരിക്കരുത്. ഞങ്ങൾ പ്രതീക്ഷിക്കും. ഇല്ലെങ്കിൽ ആ കർമ്മം ഞാൻ നടത്തിയില്ല. വേറെ കാര്യമൊന്നുമില്ല. ഉസ്താദിന് പകരം വേറെ ഒരാളില്ല. പോലും അമൃതവാഗണേ പൂർണ്ണമേ ചരാചരങ്ങൾ. അപ്പോൾ ചേച്ചി പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഈ ഒരു തറയിടൽ ചടങ്ങിന് ഉസ്താദിനെ അല്ലാതെ ക്ഷണിക്കാൻ ഈ ഭൂമിയിൽ അവർക്ക് ആരുമില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് കയറിക്കിടക്കാൻ ഒരു സ്ഥലമില്ലാതെ സ്വന്തം ഉപജീവനത്തിന് പോലും മാർഗമില്ലാത്ത സമയത്താണ് അവർ അൻസാർ സുഹരി ഉസ്താദിനെ ബന്ധപ്പെടുന്നത്. ഉസ്താദ് ഒന്നും നോക്കിയില്ല. തീർച്ചയായിട്ടും അവിടെ പോയി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അതിനുശേഷമാണ് കയറിക്കിടക്കാൻ ഒരിടമില്ല എന്ന് ഉസ്താദ് നേരിട്ട് കണ്ടുകൊണ്ട് കാണുന്നത്. അവരുടെ അച്ഛൻ മരിച്ചു പോയതാണ്. അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങളുമായിട്ട് മല്ലിടുന്നവരാണ് ഈ മിനിച്ചേച്ചി. അതെല്ലാം കണ്ട് മനസ്സിലാക്കിയ ഉസ്താദാണ് തീർച്ചയായിട്ടും ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് പിരിവെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് കയറിക്കിടക്കാൻ ഒരു 3 സെന്റ് സ്ഥലം ഇപ്പോൾ വാങ്ങിയത്. ആ ഒരു സ്ഥലത്തേക്ക് കല്ലിടൽ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുകയാണ്, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ക്ഷണിക്കാനുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് ഉസ്താദാണ്. ഉസ്താദ് വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി തന്നെ വേണ്ട എന്നാണ് ആ ചേച്ചി പറയുന്നത്. ഞങ്ങൾക്ക് പറയാനും അതുപോലെ തന്നെ ഞങ്ങളെ സഹായിക്കാനും ഉസ്താദ് മാത്രമേ ഉള്ളൂ. ആ സഹോദരിയുടെ വാക്കുകൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം കേട്ട് കാണും. ഇനി നിങ്ങൾക്ക് ആ 3 സെന്റ് സ്ഥലം ഉസ്താദ് വാങ്ങിയതിൻ്റെ ആധാരം നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ് ആ ഹൈന്ദവ സഹോദരിക്ക് കൈമാറുന്ന ആ രംഗം തീർച്ചയായിട്ടും നമുക്ക് മതിമറന്ന് കാണാം. അത്രയും സന്തോഷകരമായ ഒരു നിമിഷമാണ്. നമുക്ക് ആ നിമിഷങ്ങളിലേക്ക്. പടച്ചവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ഉദ്യമനത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം അയച്ചു തന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മിനിച്ചേച്ചിയും മകളും ഒരു വാടക വീട്ടിൽ അവർ മാത്രം താമസിക്കുകയായിരുന്നു. സ്ത്രീകൾ മാത്രമുള്ളൊരു വീട്. ഭർത്താവ് 2 വർഷം മുമ്പേ മരണപ്പെട്ടു പോയി. അവർക്ക് 3 സെന്റ് സ്ഥലവും വീട് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ആധാരം ഞാൻ നമ്മുടെ മിനിച്ചേച്ചിക്ക് കൈമാറുകയാണ്.
ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യമാണ് ഇന്ന് സാധിച്ച ഉസ്താദ് ഞങ്ങൾക്ക് തന്നേക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം സഹകരണം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കത് കിട്ടിയതെന്ന് അറിയാം. ഇനി എനിക്ക് അവിടെ ഒരു കൂര കൂട്ടണം. അതിന് എല്ലാവരുടെയും സഹായവും സഹകരണം വേണം. എല്ലാവരോടും പറഞ്ഞാൽ തീരാത്ത കടപ്പാടുണ്ട് ഈ ജീവിതം മുഴുവനും. അത് പറഞ്ഞ് എങ്ങനെ അറിയിക്കണമെന്ന് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് സങ്കടമുണ്ട്, സന്തോഷമുണ്ട് ഇന്നത്തെ ഈ നിമിഷം. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ സ്ഥലം വാങ്ങി, പക്ഷേ വീട് വെക്കാനുള്ളൊരു മാർഗവും ഇതുവരെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ കല്ലോ സിമെൻറ്റോ ഒക്കെ ആയിട്ട്, ഒരു ചാക്ക് സിമെൻറ്റെങ്കിൽ ഒരു ചാക്ക് സിമെൻറ്റ്, ഏതെങ്കിലും നിലക്ക് അവരെന്ന് സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. കാരണം അവർക്ക് ചെന്ന് പറയാനൊരിടവില്ല, ചോദിക്കാൻ ആരുമില്ല, അമ്മയും മോളും മാത്രമേ ഉള്ളൂ. നിങ്ങൾ മുമ്പ് എൻ്റെ വീഡിയോ കണ്ടവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ വീഡിയോ എങ്കിലും പങ്കുവച്ചിട്ട് നിങ്ങളൊന്ന് സഹായിക്കണം. താഴെ കാണുന്ന QR കോഡിൽ നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിലുള്ളൊരു സഹായം, ഒരു സംഭാവന തന്ന് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. മതസാഹോദര്യം, സഹവർത്തിത്വം, സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഏതൊരു ഹൈന്ദവ സഹോദരനാട്ടെ സഹോദരിക്കാട്ടെ ഏതൊരു വ്യക്തിക്കും അകമൊഴിഞ്ഞ് സഹായം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ അൻസാർ സുഹൈരി ഉസ്താദ്. അതുകൊണ്ട് തന്നെയാണ് ഉസ്താദിൻ്റെ വിലപ്പെട്ട സമയങ്ങളെല്ലാം ചെലവഴിച്ചുകൊണ്ട് ഉസ്താദ് ആ ഹൈന്ദവ സഹോദരിക്ക് പോയിട്ട് ഇത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ ചെയ്യുന്നതും. അത് അവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഉസ്താദിനെ സ്നേഹിക്കുന്ന എല്ലാവരും കൂടി ചേർന്നാണ് ആ സംഖ്യ ഉസ്താദിൻ്റെ അക്കൗണ്ടിലേക്കല്ല, മിനിച്ചേച്ചിയുടെ അക്കൗണ്ടിലേക്കാണ് പൈസ വന്നിട്ടുള്ളത്. ആ പൈസ എടുത്തുകൊണ്ട് ഇപ്പോൾ സ്ഥലം വാങ്ങി അത് ആധാരം ആ സഹോദരിക്ക് കൈമാറിയിരിക്കുകയാണ്. ഇനി ആ സഹോദരി പറയുകയാണ്, എനിക്കിവിടെ ചെറിയൊരു കയറിക്കിടക്കാനുള്ള ഒരു വീട് കൂടി പണിത് തരണം, അതിന് ഉസ്താദ് സഹായിക്കണം. ആ ഒരു സഹായമാണ് അവസാനമായിട്ട് നമ്മോട് ഉസ്താദ് ചോദിക്കുന്നത്. ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു ചാക്ക് സിമെൻറ്റിനുള്ള പൈസയാണെങ്കിൽ അത്, ഇനി അങ്ങനെയല്ല എങ്കിൽ തീർച്ചയായിട്ടും 100 രൂപയാണെങ്കിൽ അത്, നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിങ്ങളും, ഈ വീഡിയോൻ്റെ സൈഡിൽ ഞാൻ കൊടുത്ത QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്തുകൊണ്ട് ആ മിനിച്ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. നല്ലൊരു കർമ്മമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട സഹോദരികളെ അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട ആവണിയെ പോലുള്ള പൊന്നുമക്കളെ, തീർച്ചയായിട്ടും ആവണി നിങ്ങളെല്ലാവരും കണ്ടതാണ്, ഒരു വീൽചെയറിലാണ് അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കുന്നത്. അത് നടക്കാൻ പോലും കഴിയാത്ത ഒരു സഹോദരിയാണ്. അവർക്കെല്ലാം തീർച്ചയായിട്ടും ഒരു സഹായം ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നന്മ കിട്ടുന്ന, പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ്. അതിൽ നമ്മൾ ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അൻസാർ സുഹൈരി ഉസ്താദ് ഇന്ന് ഇറങ്ങി പുറപ്പെട്ടതും. ഇതെല്ലാം കണ്ടിട്ട് പൊറുതിമുട്ടിയ നമ്മുടെ സംഘപരിവാർ ശക്തികളിൽപ്പെട്ട ചില ആൾക്കാർ, എല്ലാവരെയും ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല, ചില ആൾക്കാർ ഉസ്താദിനെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ, വളരെ വൃത്തികെട്ട രീതിയിൽ പറഞ്ഞാൽ അറയ്ക്കുന്ന തെറികളുമായിട്ട് വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഏതും പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ ഭാരതീയൻ എന്ന് പറയുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം പറയുന്ന വൃത്തികെട്ട വാക്കുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളത് കാണണം. ഇയാൾക്കെതിരെ പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചതാണ്. കാരണം മുട്ടായി കടലാസിൽ പൊതിഞ്ഞ സൈനേഡാണ് ഇയാൾ. അതുപോട്ടെ, സാധാരണക്കാർക്ക് അത് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ എന്നല്ല, അവർക്കൊരു സഹായം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതി. അല്ല അൻസാരി, നീ മേലനങ്ങി എന്തെങ്കിലും ജോലി എടുത്തിട്ടുണ്ടോ? ആ ജോലി എടുത്ത് കിട്ടിയതിന്റെ 1 രൂപ നീ സാധാരണക്കാർക്കായിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ? നിന്റെ ഫോളോ ലിസ്റ്റ് കണ്ട് കുറെ അധികം സാധാരണക്കാരുടെ അവരുടെ ദയനീയ അവസ്ഥ കൊണ്ട് നിന്റെ അടുത്ത് വരുമ്പോൾ അവരുടെ മുഖം കാണിച്ച് വീഡിയോ എടുത്ത് അവരുടെ ദയനീയതയെ ചൂഷണം ചെയ്യുന്ന പ്രവൃത്തിയല്ലേ നീ ചെയ്യുന്നത്? അതല്ലാതെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്ത് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ലല്ലോ. ആദ്യം താൻ പണിക്ക് പോയി 10 കാശുണ്ടാക്കി ആ കാശിൽ നിന്ന് 1 രൂപ സാധാരണക്കാരന് കൊടുത്തിട്ട് ഈ കൊണസാരം ഒഴിക്കും. ഓ, കൽബിൽ പണിയെടുക്കുന്നതുകൊണ്ട് പുറമെ കാണിക്കില്ലായിരിക്കും അല്ലേ? മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ വിഹിതം പറ്റി ജീവിച്ചിട്ട് താൻ മറ്റുള്ളവരോട് പറയാണ് പഠിക്കുമോ. നാട്ടുകാർ പണിയെടുത്താലേ അൻസാരിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂ. അപ്പൊ പിന്നെ ഉപദേശിക്കാതിരിക്കാൻ പറ്റുമോ? നീ വർഗീയത എന്ന് വിളിച്ചു പോകുമ്പോ നീ ആരാണ്? നീ പറയുന്നതാണ് യഥാർത്ഥത്തിലെ വർഗീയത. സംഘിവാട് ചുറ്റി ഹിന്ദുവിനെ വിമർശിക്കുന്ന രീതിയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ മണ്ടന്മാരായ ഹിന്ദുക്കൾക്ക് മനസ്സിലാവില്ല. നീ എന്ത് മണ്ണാങ്കട്ടെ ചെയ്തത്? വെറുതെ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഓരോ. എത്ര മോശമായ രീതിയിലാണ് ഈ ഉസ്താദിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് കണ്ടുപിടിച്ച പരിപാടിയാണ് ഇത്. നയിച്ച പൈസയിൽ നിന്ന് 1 രൂപ പോലും കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോൻ്റെ ആദ്യം തന്നെ ഉസ്താദിൻ്റെ പൈസ എടുത്തുകൊണ്ട് ഉസ്താദ് വത്തക്കയും അതുപോലെ ഒരുപാട് സാധനങ്ങളുമായിട്ട് ഒരു ഫ്രൂട്ട്സ് കട നടത്താൻ വേണ്ടി ആ വീട്ടിലേക്ക് പോയത് നിങ്ങൾ കണ്ടു കാണും. അതൊക്കെ കാണാത്ത ആൾക്കാരാണ്. കാരണം 1 രൂപ കൊണ്ട് പോലും ഒരു കുടുംബത്തെയും സഹായിക്കാത്ത ആൾക്കാർ ഇത്തരത്തിൽപ്പെട്ട ഒരു സഹായം ഒരു ഹൈന്ദവ സഹോദരിക്ക്, ഒരു മുസ്ലിമായ അൻസാർ സുഹൈരി ഉസ്താദ് ചെയ്യുന്നത് കണ്ടിട്ട് കുരുപൊട്ടിയിട്ടാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു വർത്തമാനവുമായിട്ട് വരുന്നത്. എനിക്ക് ഈ സഹോദരനോട് പറയാനുള്ളത്, നിങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽപ്പെട്ട നിങ്ങളൊരു വീഡിയോ ചെയ്യുക. ആ വീഡിയോ ചെയ്തിട്ട് നിങ്ങളൊരു കുടുംബത്തിന് ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങി കൊടുക്കുന്നു, നിങ്ങളൊരു വീടുണ്ടാക്കുന്നു, എന്നിട്ട് നിങ്ങൾ ആ വീഡിയോ എന്നിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് ഞങ്ങളൊന്ന് കാണട്ടെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രമാത്രം സ്വീകാര്യത ഈ പൊതുജന സമൂഹത്തിലുണ്ട്, എത്ര ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ. അല്ലാണ്ട് ഉസ്താദിനെ സ്നേഹിക്കുന്നവർ തന്നെയാണ്
90% ആൾക്കാരും ആ പൈസ ആ ചേച്ചിക്ക് കൊടുത്തിട്ട് ആ ചേച്ചിയെ എന്നൊരു സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കാൻ വേണ്ടി സഹായിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നില്ല. നല്ലവരായ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സഹോദരൻ, വിഷ്ണു എന്ന് പറയുന്ന സഹോദരൻ, ഇതിന് തക്കതായ ഒരു മറുപടി കൂടി കൊടുക്കുന്നുണ്ട്. നമുക്ക് അതുകൂടി കണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഉസ്താദെ, നിങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോ ആവണി മോളെ വീൽചെയറിയിരിക്കുന്ന ആവണി മോളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട വീഡിയോ വെറും 15 മണിക്കൂർ കൊണ്ട് 13 ലക്ഷം രൂപ ആ കുട്ടിക്ക് ലഭിച്ചു. ആ കുട്ടിയുടെ ചോറിനകത്ത് വെറും മുളകുപൊടിയിട്ട് കഴിക്കുന്ന വീൽചെയറിയിരിക്കുന്ന ഷീറ്റ് കൊണ്ട് മറച്ചൊരു വീട്. ഷീറ്റ് കട്ട കെട്ടിട്ടില്ല, ഷീറ്റ് വെറും ഷീറ്റ്. സത്യം പറഞ്ഞ ഹൃദയം നുറുങ്ങുന്നു. നമ്മളൊക്കെ എന്ത് സൗകര്യത്തോടെ ജീവിക്കുന്നത്. അങ്ങേപ്പോലുള്ള ഒരാൾക്കല്ലാതെ ഇവരെയൊക്കെ കണ്ടുപിടിക്കാൻ ഇവരെയൊക്കെ സഹായിക്കാനും പറ്റുന്നില്ല. അങ്ങ് ഈ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ 13 ലക്ഷം രൂപ കുടുംബത്തിൽ ചെന്നത്. അങ്ങേ വിമർശിക്കുന്ന, അങ്ങേ വർഗീയ ചാപ്പ കുത്താൻ ശ്രമിക്കുന്ന ഞാൻ ഫാരിദിയൻ അല്ലെ കാളിമീഡിയയിലെ കാളിച്ചാട്ടൻ പോലെയുള്ളവർ ഇതൊന്ന് ഞാനൊന്നൊരു കാര്യം പറഞ്ഞു പറയട്ടെ. നിങ്ങൾ എന്തുവായി പറയുന്നത്? അദ്ദേഹത്തിനെ കുറ്റം പറയാം. അദ്ദേഹം ഈ വീഡിയോ ചെയ്ത് എങ്ങനെ അദ്ദേഹത്തിന് കാശ് കിട്ടും? ഈ വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൈനിടാൻ പറ്റും? അദ്ദേഹം ഹോളിഫാനാണോ? അല്ല. അദ്ദേഹം ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ആ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന പലരും അദ്ദേഹത്തിനെ ആരാധിക്കുന്ന, അദ്ദേഹം സ്നേഹിക്കുന്ന, അല്ല എന്തോ ആവട്ടെ, നല്ലത് കാണാൻ പറ്റുന്ന ജനങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെടുന്നു, ആ അവണിമോൾ രക്ഷപ്പെടുന്നു. സരി ഉസ്താദെ, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. നിങ്ങളെ ദൈവം കാക്കട്ടെ. നിങ്ങൾ വിമർശിക്കുന്ന ഇവരെ പോലുള്ളവന്മാരെ ഞാൻ പറയുന്നത് ഇവന്മാർ വെറും മൃഗങ്ങളാണ്. പറഞ്ഞില്ലേ, മനുഷ്യത്വം ഒരിക്കലും മരിക്കുന്നില്ല. അത്തരത്തിൽപ്പെട്ട ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ ഈ കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ മതസാഹോദര്യവും സൗഹാർദ്ദവും എല്ലാം ഇപ്പോഴും നിന്നു പോകുന്നത്. അത് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഭാരതീയനെ പോലുള്ള ചില വൃത്തികെട്ടവന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ക്ലീനാണ്. വളരെ സന്തോഷത്തിൽ, വളരെ സമാധാനത്തിൽ നമുക്ക് കൈകോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത്. തീർച്ചയായിട്ടും ഈ വിഷ്ണു എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞതിന് അപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും പറയാനില്ല. ആ മൃഗത്തിനെക്കാട്ടിലും കഷ്ടമായ ഒരു സ്വഭാവമാണ് ഈ ഭാരതീയൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ വിലയിരുത്തട്ടെ. എവിടെയാണ് സത്യം, എവിടെയാണ് നീതി, എവിടെയാണ് നല്ലത്, ഏതാണ് ചീത്ത എന്നൊക്കെ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.